ആർ യു ഹിയർഡ് അബൌട്ട് ഇറാൻ E3 ന്യൂക്ലിയർ ടോക്സ്? ഇപ്പോൾ വാർത്തകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇറാനും E3 രാജ്യങ്ങളും തമ്മിലുള്ള ന്യൂക്ലിയർ ഡീലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺ നിർമ്മാണം ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല, ഏകദേശം 1957 ആരംഭിച്ചതാണ്. ലോകത്തിലെ വൻ ശക്തികളുടെ ഇടപെടലുകളിലൂടെ 1968 ഇറാൻ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി ഒപ്പുവെക്കുകയും ഇനി ന്യൂക്ലിയർ വെപ്പൺ വികസിപ്പിക്കില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ ഈ ട്രീറ്റിയുടെ മറവിലൂടെ ഇറാൻ രഹസ്യമായി തന്റെ ആണവായുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ 2002 നട്ടാൻസ്, അറാഖ് എന്നീ സ്ഥലങ്ങളിൽ ഇറാൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂക്ലിയർ വെപ്പൺസ് അവരുടെ ശത്രു രാജ്യങ്ങൾ പുറത്തുവിട്ടു. മറ്റു രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി 2003 ഇറാൻ ആണവായുധ പരീക്ഷണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും 2005 പ്രസിഡന്റായിരുന്ന മഹ്മൂദ് അഹമ്മദിനെജാദിന്റെ നേതൃത്വത്തിൽ പുനരാരംഭിച്ചു. 2009 ബറാക് ഒബാമ ഭരണത്തിലിരിക്കെ ഇറാന്റെ ഈ കരാർ ലംഘനത്തെ കണ്ടുപിടിക്കുകയും ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുകയും ചെയ്തു. 2015 ഇറാൻ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ദ യുണൈറ്റഡ് കിങ്ഡം ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവരുമായി ചർച്ച നടത്തി ഒരു കരാറിൽ ഒപ്പുവെച്ചു. അതാണ് ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ. എന്നാൽ 2018 മെയ് മാസത്തിൽ ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി ഈ കരാറിൽ നിന്നും പിൻവാങ്ങുകയും കരാറിന്റെ സാധ്യത അവസാനിപ്പിക്കുകയും ചെയ്തു. വൺസ് അഗൈൻ ഇറാന് മുകളിൽ ന്യൂക്ലിയർ എൻറിച്ച്മെന്റിനെതിരെ USA ചുമത്തുന്ന സമ്മർദ്ദമാണ് 2025 E3 പോളിസിയെ ചർച്ചയിലെത്തിക്കുന്നത്.